ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ദ സ്റ്റേ കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആട്ടോ. നമ്മുടെ അരിപ്പൊടിയും അതേപോലെ തന്നെ റവയും ഉപയോഗിച്ചുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും എന്നാൽ ഏറ്റവും എളുപ്പത്തിലും ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും എന്നുള്ളത് മിക്കവരുടെയും വലിയൊരു ടെൻഷൻ തന്നെയാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ദോശയും കൂടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു തേങ്ങ ചമ്മന്തിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും അറിയിക്കണേ. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ ഈ ദോശ ചെയ്യുന്നതെന്ന്. അപ്പം നമ്മുടെ ഈ ദോശ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഒരു 1.5 കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പാക്കറ്റിൽ മേടിച്ച നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. അപ്പോൾ റവ എന്ന് പറയുന്നത് 1/2 കപ്പ് റവയാണ്. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിയും അതേപോലെ തന്നെ 1/2 കപ്പ് റവയും ആകെ 2 കപ്പായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും നമ്മുടെ അരിപ്പൊടിയുടെ കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മാവിൻ്റെ രൂപത്തിൽ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്ന അതേ കപ്പിന് 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് അരിപ്പൊടിയും അതേപോലെ തന്നെ 1/2 കപ്പ് റവയ്ക്കും 4 കപ്പ് വെള്ളം വേണം എടുക്കാനായിട്ട്. 4 അല്ലാന്നുണ്ടെങ്കിൽ 4.5 കപ്പോ അതിനകത്തേക്ക് കൂടണ്ട. അതേപോലെ തന്നെ 4ൽ കുറയുകയും വേണ്ട കേട്ടോ. കാരണം കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററായിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇപ്പോൾ പലരുടെ കയ്യിലിരിക്കുന്ന അരിപ്പൊടിയുടെയും അതേപോലെ തന്നെ റവയുടെയൊക്കെ വ്യത്യാസം അനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെയും അളവ്. അതുകൊണ്ടാണ് ഞാനൊരു 4 മുതൽ 4.5 വരെ പറഞ്ഞത്. അപ്പോൾ ഇത് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടി ചേരുവകളൊക്കെയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തേക്ക് നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു സവാള അത്രയും മതിയാവും. കൂടെ തന്നെ ഒരു 1/4 കപ്പിൻ്റെ അകത്ത് ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയും ചേർത്ത് കൊടുക്കുമ്പോൾ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നമ്മൾ വേറെ അരി അരച്ചോ അങ്ങനെ ഒന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ. കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം പച്ചമുളക് ചേർക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പിടി മല്ലിയിലയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിച്ചതല്ല, ഞാൻ കുരുമുളക് ജസ്റ്റ് നമ്മുടെ കല്ലിൽ വെച്ച് പതുക്കെ ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ചെറുതായിട്ട് കുരുമുളകൊക്കെ ഒന്ന് കടിക്കാനും കിട്ടും, അതൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കൂടെ തന്നെ 1 ടീസ്പൂൺ എടുത്തേക്ക് ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. വലിയ ജീരകമല്ല, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ആവശ്യത്തിന് ഉപ്പാണ് ചേർക്കുന്നത്. നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ദോശയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന എല്ലാ ചേരുവകളും തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാടൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ റവയും അരിപ്പൊടിയൊക്കെ ഒന്ന് കുതിരാനായിട്ട് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 20 മുതൽ ഒരു 30 മിനിറ്റ് വരെ മാറ്റി വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ മാവ് അവിടെ നിന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്കിതിനായിട്ട് ഒരു ചമ്മന്തിയും കൂടി തയ്യാറാക്കിയെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങ ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പിൻ്റെ അടുത്ത് നമ്മുടെ തേങ്ങ ചെറുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചമ്മന്തി എത്രത്തോളം വേണോ അതിനനുസരിച്ച് വേണം തേങ്ങ എടുക്കാനായിട്ട് കേട്ടോ. ഞാനൊരു അര ചെറിയ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 4-5 കുഞ്ഞുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളി ഇങ്ങനെ ചേർക്കുന്നതിന് പകരം ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുള്ളതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം മാത്രം എടുത്തത്. അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ ഇതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ആ ടേസ്റ്റിന് വേണ്ടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരുപാടായി പോകരുത്. ഇതേപോലെ ചെറിയൊരു കഷ്ണം മാത്രം മതിയാവും. അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചേർത്തിരിക്കുന്ന എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. വെള്ളം ഒരുപാടൊന്നും കൂടി പോകണ്ട കേട്ടോ, കുറച്ച് മാത്രം ഒഴിച്ചാൽ മതിയാവും. കാരണം നമ്മൾ ഒരുപാട് വെള്ളത്തിലല്ല ഈ ചമ്മന്തി ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ തേങ്ങ അരപ്പൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ നരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇത് മതിയാവും. ഇനി നമുക്ക് കറി റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതായത് ഒന്ന് പതുക്കെ താളിച്ചും കൂടി എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു ചീഞ്ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ചൂടായപ്പോൾ ഒരു 1/2 ടീസ്പൂൺ എടുത്തേക്ക് കടുകും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക്. കടുകൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 2 കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു 2 വറ്റൽമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വയ്ക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിമണം കയറി വരും. അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടി നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്.
കണ്ടോ, ഇതിപ്പോൾ ഭയങ്കരമായിട്ട് കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും വേണ്ട, കുറച്ചും കൂടി ഒന്ന് ലൂസാകണം. അപ്പോൾ നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചമ്മന്തിയിലേക്ക്. കണ്ടോ, നമ്മളിപ്പോൾ ചമ്മന്തി കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരുപാട് ലൂസിലും അല്ല, എന്നാൽ ഒരുപാട് അങ്ങ് തിക്കായിട്ടും അല്ല ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നോളും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ വെള്ളത്തിലേക്കും തേങ്ങയിലേക്കും നന്നായിട്ടൊന്ന് ചൂട് കയറിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സാക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടി എന്ന് പറയുന്നത്. ഒന്നുകൂടെ മാവ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ചമ്മന്തിയും അതേപോലെ തന്നെ ചായയും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ദോശയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ട്. അതാ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളൊരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അരിപ്പൊടിയും അതേപോലെ തന്നെ റവയൊക്കെ ആണെങ്കിലും ഒന്നും കൂടി ഒന്ന് കുറുകിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഭയങ്കരമായിട്ട് തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ചെറിയൊരു ലൂസ് പരുവത്തിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, സ്പൂണിലൊഴിച്ച് ഇതെടുത്ത് ഇതേപോലെ ഇങ്ങ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ വീണ് കിട്ടണം. അപ്പോൾ ഇത്രയും ലൂസിൽ വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് ദോശ ചൂടുമ്പോഴാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഓരോ തവി വീതം വെച്ച് ഇതേപോലെ പതുക്കെ അങ്ങോട്ട് ചുറ്റിച്ചൊഴിച്ച് കൊടുത്താൽ മതി. സാധാരണ നമ്മൾ ദോശയ്ക്ക് ചെയ്യുന്ന പോലെ നല്ല കനത്തിലൊന്നും അല്ല ചെയ്യുന്നത്. ഇതേപോലെ പതുക്കെ ഇങ്ങനെ ഒന്ന് വിതറി മാത്രം കൊടുത്താൽ മതിയോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ചെന്ന് ഇതേപോലെ കൊമ്മളുകളൊക്കെ വന്നോളൂ. ഇതേപോലെ ഹോൾ വന്ന് ഈ രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അങ്ങനെ നമ്മുടെ ദോശ പതുക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമില്ല, അതും മുകളിലേക്ക് പതുക്കെ ഇതേപോലെ ഒന്ന് തൂവി കൊടുക്കാം നമുക്ക്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടി നേരം വേണ്ടി വരും കേട്ടോ. സാധാരണ നമ്മൾ ദോശയും അപ്പമൊക്കെ ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നേരം വേണ്ടി വരും ഇതേപോലെ ഒന്ന് മൊരിഞ്ഞ് വരാനായിട്ട്. ഇങ്ങനെ മൊരിഞ്ഞ് വന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ദോശ ഇങ്ങനെ എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ഒരു ഭാഗത്ത് പോലും കനമില്ലാതെ നല്ല നൈസായിട്ട് വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതേപോലെ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ എടുക്കാനായിട്ടും പാടുള്ളൂ. കണ്ടോ, പതുക്കെ ഇങ്ങനെ ഒന്ന് വിതറി മാത്രം കൊടുത്താൽ മതിയാവും. അപ്പോൾ എടുക്കുന്ന സ്പൂൺ അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്പൂൺ വേണോട്ട് എടുക്കാനായിട്ട്. നല്ല കുഴിയുള്ള സ്പൂൺ എടുത്താലേ ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുവാണ്. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും പതുക്കെ ഇങ്ങനെ വിട്ട് വരാനായിട്ട് തുടങ്ങും കേട്ടോ. അതേപോലെ തന്നെ കളറും നല്ല രീതിയിലൊന്ന് മാറി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദോശയൊക്കെ ആണെങ്കിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10 ദോശയുടെ അടുത്ത് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാനായിട്ട് പറ്റും കേട്ടോ, അരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദോശയും അതേപോലെ തന്നെ തേങ്ങ ചമ്മന്തി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇതേപോലുള്ള ദോശകളും അതേപോലെ തന്നെ മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് അങ്ങ് തണുത്ത് പോയിട്ട് കഴിക്കരുത്. ആ ചെറു ചൂടോടെ ആ ക്രിസ്പി ഫീലോട് കൂടി തന്നെ വേണം കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെറു ചൂടോട് കൂടി കഴിച്ചാൽ മാത്രമാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ്, നല്ല മുരുമുരാന്നുള്ള ടേസ്റ്റ് അറിയാനായിട്ട് സാധിക്കുള്ളൂ. മാത്രമല്ല നമ്മുടെ ദോശ കഴിക്കാൻ നേരത്തെ ഇതേപോലെ തേങ്ങാ ചമ്മന്തിയോ അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാറോ നമ്മുടെ തക്കാളി ചമ്മന്തിയോ ഏതിൻ്റെ കൂടെയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. കൂടെ തന്നെ ഒരു ചൂട് ചായയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും അറിയിക്കണേ. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ റെസിപ്പി ഒന്ന് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. അതേപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല ഹാപ്പിയായിട്ട് ഹെൽത്തിയായിട്ട് സേഫായിട്ടിരിക്കാം. നമുക്കിതേപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.